ഇനിയിപ്പോ നമ്മളും മോസ്റ്റ് എക്സൈറ്റഡ് തിങ് ആണ് ഇവിടെ വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ളത്. പാലട പായസത്തിന്റെ നിറം മാത്രമേ ഉള്ളൂ, ഉപ്പ. ഇവിടെ ഭയങ്കരമായ സ്കാമുകളാണ് ഗൈസ്. വളഞ്ഞിട്ട് ആക്രമിക്കണ പോലെയാണ്, നമ്മൾ നടുക്കാണ്. നമ്മളങ്ങനെ വീണ്ടും ശ്രീനഗറിൽ എത്തിയിരിക്കുകയാണ്. നാളെ നമ്മൾ ഇവിടുന്ന് പോകും. അതിനു മുൻപ് നമുക്ക് ഒരു ദിവസം ഉണ്ട് ഗൈസ്. ഈ ഒരു ദിവസം നമ്മൾ വിനിയോഗിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരെയുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കാണാൻ വേണ്ടി പോവാണ്. ഗംഭീരമായ സ്ഥലമാണെന്ന് പറയാൻ നമ്മളപ്പോ അവിടേക്ക് വേണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. നല്ല വിശപ്പുണ്ട് കേട്ടോ. രാത്രി നമ്മൾ അധികം കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു. കശ്മീർ ഇത്ര ദിവസം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര നൈസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്നോ കാണുമ്പോൾ തന്നെ ഓൾറെഡി വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സ്നോ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പി മൂഡാണെന്ന്. കോഫി വന്നടാ, പക്ഷെ നന്നായാ മതിയായിരുന്നു. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കോഫി ഏറ്റവും ഇഷ്ടം. ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വെജ് കറി ഉണ്ട് ഇവിടെ, ആലു കറി ഉണ്ട്, ആലു പൊറോട്ട ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, മേരിമാരിട്ടതൊക്കെ കഴിക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡിയായി. നീ ഇപ്പൊ മണത്തോക്കിയത് കുതിരയുടെ മണുണ്ടോന്നാണോ? എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഗ്ലൗസ് ഓരോ സെറ്റേ വാങ്ങിയുള്ളൂ, 2 സെറ്റ് വാങ്ങായിരുന്നു. കുതിരയുടെ ഒരു സെറ്റ്, കുതിര ഇല്ലാത്തടെ ഒരു സെറ്റ് എടുക്കണായിരുന്നു. ഇതിപ്പോ കുതിരയുടെ സ്പ്രേ അടിച്ച് വെച്ചേക്കത്. डिपार्टमेंट से हैं आपके लिए, आपकी सुविधा के लिए यहाँ बैठे. ऊपर स्लिपी रोड है सर, ऊपर प्रॉब्लम हो जाएगी गाड़ी की भी और खुदा न खास्ता आपकी भी. इसलिए अपने आप को सेफ ही रखो. यहाँ से पैदल जा सकते हो, क्या करना है वो आप पे डिपेंड है सर. എന്താടാ? അല്ല, കുതിരയല്ല, ഈ വണ്ടി എടുക്കാന്ന്. ഗൈസ്, നമ്മളിപ്പോ ദൂത് പത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് ഗൈസ്. നമ്മുടെ വണ്ടിയൊന്നും മുകളിലേക്ക് കടത്തി വിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഇവരുടെ വണ്ടി തന്നെ എടുക്കണം. വേണമെങ്കിൽ നമുക്ക് കുതിരയുടെ പുറത്ത് പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ ATV ബൈക്ക് എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ റേറ്റ് ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അതെ, അത് കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഇനിയിപ്പോ ബാർഗെയിനിങ്ങിന്റെ പരിപാടിയാണ് ഗൈസ്. എങ്ങനെയാ എന്താവും അറിയില്ല. വളഞ്ഞിട്ട് ആക്രമിക്കണ പോലെയാണ്, നമ്മൾ നടുക്കാണ്. എന്താണ് പറയണേന്ന് കേട്ടാൻ 1000 പേര് നിൽക്കുന്നുണ്ട്. ഇതില് ഞാൻ മലയാളം ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്താവുന്ന അറിയില്ല. നമ്മുടെ ഡ്രൈവർ ബൈ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ATV റൈഡിൽ വേണമെങ്കിൽ 2 ബൈക്ക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ നമുക്ക് പോകാൻ പറ്റും. അത് നമ്മൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണ പോലെ ഇരിക്കും. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഗംഭീരാട്ടോ. ഇവിടെ മെയിൻ ആയിട്ട് ഒരു പോയിന്റ് ഉള്ളത്, ആ ഒരു പോയിന്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ചുറ്റും ആൾക്കാരാണ് കേസ്. ഞാൻ കാണിച്ചു തരാവേ. അവരെ നടുക്ക് നിന്നാൽ ഞാൻ വർത്താനം പറയണേ. എങ്ങനെ ഞാനിത് പറഞ്ഞൊപ്പിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇത്തിരി തൊലിക്കെട്ടിയും ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഗംഭീരാട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആദ്യം നമ്മുടെ ഈ പോയിന്റിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാം. कितना होगा? ATV पे जाएगा ना? कितना होगा? पहले देखो पॉइंट कौन सा करोगे. नहीं, जो वो बोला वो पॉइंट बस एक ही. हाँ, शालीगंगा 2 बाइक लगेंगे आपको. एक बाइक में कर सकता है ना? एक ऑपरेटर होता है ना साथ में. मैंने देखा 3 आदमी अभी जाता है एक बाइक में. आप भी देखा? आप भी क्या अभी देखा? एक बाइक 2 आदमी जाके आएगा. कोई बात नहीं, चलो. थैंक यू. तो कितना होगा अभी बताओ. अगर एक ही बाइक पे जाओगे उसका लगेगा आपको 4000. एक ही बाइक. क्यों ऐसा बोलता है भैया? कम कर दो. मुझे पता है, मुझे पता है वो बहुत ज्यादा रेट है. आपको भी पता है वो बहुत ज्यादा रेट है. कितना आप ही बोलो सर. नहीं, आप बोलो नॉर्मल रेट कितना होता है एक बाइक के लिए. नहीं, नॉर्मल रेट कितना होता है वो आप बोलो. मैं आपको ट्रस्ट करता है इसलिए बोलता है. मैंने बोला आपको सर, नॉर्मल रेट अगर लोगे, अगर 2 बाइक लोगे, 2 बाइक का हो जाएगा आपको 4000. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മളുടെ റൈഡ് അവസാനം ബാർഗെയിൻ ചെയ്ത് 3000 രൂപയ്ക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ബൈക്ക്. आपका नाम? एजाज. आपका नाम? इकबाल. करेक्ट रेट है ना हमको देता है वो सच में? हाँ, हमारे ऑडियंस पे से भी बोल सकता है ना? हाँ, आप हमारा फोटो और वीडियो भी खींच सकते हैं ना? मैं खींचूंगा आपको फोटो और वीडियो. പുള്ളി എല്ലാം റെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര രൂപയ്ക്കാണ് ഓക്കെ പറഞ്ഞു? 3000. 3000 രൂപയ്ക്കാ പറഞ്ഞു. 3800, 4000 ഒക്കെ പറഞ്ഞു.
इनको बोलना है इसको इसकी आईडी को फॉलो करना, आईडी दिखाऊंगा मैं गाड़ी पे। आपका आईडी भी है इंस्टाग्राम पे? इंस्टाग्राम पे। आप इंस्टाग्राമർ है? ഓക്കെ ഓക്കെ. ATV റൈഡ് എടുത്തിരിക്കുന്ന കേട്ടോ. 3 പേരാണ് ഈ ബൈക്കിൽ പോകുന്നത്. ये रही मेरी इंस्टा आईडी। ओ ये आपका इंस्टा आईडी है? ओके. ഫോളോ करने बोलने के लिए आप फॉलो करना बाइक को। ഗൈസ് ഞാൻ ഓൾറെഡി ഇരുന്ന് പുള്ളി ഇരിക്കണം. ഇത് ത്രിബിൾസ് ആണ് ഗൈസ്, ത്രിബിൾസ് വെച്ച് നമ്മൾ പോവാ. പുള്ളിനെ ഫുൾ ട്രസ്റ്റ് ചെയ്തിട്ടാ പോകാൻ പോണത്. എന്താവും എങ്ങനെയാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പൈസ ഓൾറെഡി ആദ്യമേ കൊടുക്കണം എന്ന് പറഞ്ഞു. പൈസ ആദ്യമേ ഓൾറെഡി കൊടുത്തു. ഇവരെ ബമ്പറിന്റെ മുകളിലൊക്കെ കയറി ഇരിക്കണത്. ആണോ? അഭി സെറ്റ് ആയിട്ടുണ്ട്. ഹമേ ഹെൽമെറ്റ് नहीं चाहिए ना? कोई सर फोटोग्राफर साथ ले जाओगे प्रोफेशनल? नहीं हमारा फोटोग्राफर इंस्टा पे वो एक्टिव है, वो कर देगा हमारा. बेचारा स्टैंड में गाड़ी रखेगा क्या? ऐसा मत बोलो, वो हमारा चैंपियन है, चैंपियन. ദൈവത്തിന് അറിയാം ഇനി എന്താവുന്നു. പോയിട്ട് വരാം ഗൈസ്. അതെ, അപ്പൊ ഇതാണ് നമ്മുടെ യാത്ര. ഇത് 4 പേരായില്ല, പുതിയൊരാൾ കൂടി കയറിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഒരു ഗംഭീരമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഷാലി ഗംഗ റിവറിൻ്റെ അവിടെ എത്തി. ഭയങ്കരമായൊരു വ്യൂ പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഷാലി ഗംഗ റിവർ. പുള്ളി നമ്മുടെ കൂടെ തന്നെയുണ്ട്. കൈസേ ദാ സഫർ ഭയ്യ? बहुत अच्छा व्यू देखो आप। शाली गंगा। ओके, ये फ्रोजन है या वाटर होगा इसमें? वाटर होगा। ओके. मैंने सोचा वो फ्रोजन हो गया होगा। नहीं, ये हमका മെയിൻ ടൂറിസ്റ്റ് പോയിന്റ് ये है? മെയിൻ പോയിന്റ് ये है। ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര സ്ലിപ്പറി ആട്ടോ. ഇവ അവിടെ നിന്ന് പതുക്കെ വരുന്നത്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. ഭയങ്കര രസമാണ്, ഭയങ്കര വ്യൂ ആണ്. നിന്റെ ഫോണിലാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം. അവിടെ നിന്ന് എത്തിക്കോട്ടെ. ഞാൻ നടക്കണം തന്നെ ഒരു വിധത്തില്ല. ഇതിന് താഴെ വെള്ളോട് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഉള്ളിൽ കിടക്കും. नहीं थैंक यू. ഗൈസ്, ഇവിടെ വേറെ തന്നെ ഒരു വൈബാട്ടോ. ഭയങ്കര രസമാണ്. നമ്മൾ ഇത്ര ദിവസം പോയ ദിവസങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തും പൈൻ ട്രീസ് ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കായിരുന്നു. ഇവിടെ പക്ഷെ ഫ്രോസൺ ലേക്ക് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലേക്ക് ഉണ്ട്. പോരാത്തതിന് കുറേ പൈൻ ട്രീസ് ഉണ്ട്. മാത്രമല്ല ഒരു ബ്രിഡ്ജ് ഉണ്ട്, കുതിരകളുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആട്ടോ ഈ ഒരു പ്ലേസ്. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഫ്രോസൺ ലേക്കും അതൊരു എന്താ പറയുക, നമ്മളിങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അതും ഡയറക്റ്റ് കാണാൻ. പിന്നെ അതിൻ്റെയോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ലൈവായിട്ടുള്ളൊരു ലേക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇവിടെയുള്ള ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് നടക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ചെറിയൊരു ബ്രിഡ്ജ്, ഭയങ്കര ഭംഗിയുണ്ട്. കുതിരയിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നടന്ന് ക്രോസ് ചെയ്യാണ് ഗൈസ്. കുതിരപ്പുറത്ത് നിൽപ്പുണ്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ഗൈസ്. അപ്പോൾ ഈ ബ്രിഡ്ജാണ് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഐസാട്ടോ. ഇവിടെ ഫുള്ള് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. യുവാമേരി മാർഗത്തിൽ അവിടെ നിന്ന് വരുന്നുണ്ട്. പേടിയാവണ്ട. ഇല്ല, നമ്മൾ ഇത്രയും ദിവസം പോയ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ദൂത് പത്രി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ, അടിപൊളി മൗണ്ടൻസ്, അടിപൊളി ലേക്ക്, എല്ലാം സെറ്റ് അല്ലേടി? വെള്ളത്തിൻ്റെ അവിടെ വന്നൊന്ന് ഫോട്ടോ എടുക്കാമെന്നാണ് പുള്ളി പറയണത്. ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളിവിടെ ഭയങ്കര അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ട് നല്ല സ്ലോ മോഷനൊക്കെ പുള്ളി നമുക്ക് എടുത്തു തന്നു. ഇൻസ്റ്റാഗ്രാമിൽ അതൊരു ഹിന്ദി പാട്ടൊക്കെ ഇട്ട് വിടാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഈ സ്നോന്റെ ഇടയിൽ കൂടെ ഈ ലൈവിലേക്ക് ഇങ്ങനെ പോണതേ ഒരു പ്രത്യേകതര ഒരു വൈബ് ഉണ്ട്. കൈ തണുത്തിട്ട് വയ്യ, ഗ്ലൗസ് ഇല്ലാത്തോണ്ടേ. ഗൈസ്, അപ്പോൾ ഇക്ബാൽ ഭായ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ശരിക്കും നമുക്ക് ഈ ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുള്ളി നമ്മൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ സന്തോഷത്തിന് പുള്ളി 2 സ്ഥലത്തേക്ക് കൂടി കൊണ്ടുപോകാന്ന്. അങ്ങനെ നമ്മൾ രണ്ട് സ്ഥലത്തേക്ക് കൂടി പോകാൻ പോവാണ് ഗൈസ്. ഈ വഴി മുഴുവൻ എന്ന് വെച്ചാൽ മഞ്ഞാട്ടോ. മഞ്ഞിന്റെ 5 കളിയാണ്. എല്ലായിടത്തും മഞ്ഞ് പെയ്ത് കിടക്കുക. വണ്ടികളൊന്നും ഇവരെങ്ങനെ കടത്തി വിടണില്ല. കുതിര അല്ലെങ്കിൽ ATV അതിന് മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ.
കുതിരയ്ക്ക് വന്നെങ്കിൽ കുറച്ചും കൂടി സമയം എടുത്തേനെ തോന്നുന്നു. ആ സമയം കുറച്ച് കൂടുതൽ എടുത്തേനെ, പിന്നെ പുറം വേദന എടുക്കും അധികം നേരം കുതിരയും ഇരുന്ന് കഴിഞ്ഞാൽ. ഗൈസ് അങ്ങനെ നമ്മള് ഇൻസ്റ്റാഗ്രാം വീഡിയോക്ക് വേണ്ടി വീണ്ടും നമുക്ക് നമ്മുടെ ഇക്ബാൽ ഭയ്യ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. പാരഗ്ലൈഡിങ് ചെയ്യണ ഏരിയ ആണ് കേട്ടോ അത്. അപ്പൊ നമുക്ക് നോക്കി വെക്കാം നല്ല വീഡിയോസ് കിട്ടുമെന്ന്. ആക്ച്വലി ഹാന കൃഷ്ണ ടീം ഇവിടെ ഉണ്ട്. ഇവരെങ്ങനെ ഈ നൈസ് സാരി എടുത്ത് ഇവിടെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ ഒരു ശക്തി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എടാ പുള്ളി ഫോണിൽ എന്താ പറയണെന്നറിയോ, മില്യൺ ഫോളോവേഴ്സ് ഉള്ള 2 യൂട്യൂബേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവര് വീഡിയോയും റീലൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളി വിചാരിക്കുന്നത് നമ്മുടെ ഇതിലൂടെ ആളും പ്രശസ്തനാവുന്നാടാ. നമ്മളോ തെണ്ടിത്തിരിഞ്ഞ് നടക്കാന്ന് അവർക്ക് അറിയില്ലല്ലോ. ഞാൻ പുള്ളിയടുത്ത് പറഞ്ഞു നമ്മള് രക്ഷപ്പെടാൻ വേണ്ടി നിക്കാന്ന്. എൻട്രൻസിന്റെ ഏകദേശം അടുത്തായിട്ട് ഫസ്റ്റ് പോയിന്റ് ഈ സ്കീയിങ് ഏരിയ ആണ്. ഇവിടെ കുറച്ച് സ്ലിപ്പറി ആണ്. ഇത് നല്ല വ്യൂ ആട്ടോ. ഇങ്ങനെ ഒരു ഞാൻ എപ്പോഴും കാണിക്കാറുള്ള ഇങ്ങനെ കാണിക്കുന്നതിന്റെ അർത്ഥം മെയിൻലി എന്താ പറയാ, അതിന്റെ ആ ഒരു വ്യൂ ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഗൈസ് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ തണുപ്പിനുള്ള ഫുൾ ഗിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വന്നാൽ മതി. കാരണം അത്രമാത്രം തണുപ്പുണ്ട്, അത്രമാത്രം. എനിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു, അത് വേണ്ട ഇത് വേണ്ട. ആഴ്ചയുടെ നിർബന്ധ പ്രകാരമാണ് ഈ സൺഗ്ലാസ് വരെ വാങ്ങിയത്. അതെ, പക്ഷെ അതുപോലെ ഭയങ്കര വേർത്താണ്. മാത്രമല്ല ഫുൾ പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമ്മൾ 3 ലെയർ പ്രൊട്ടക്ഷൻ, അതിന്റെ മുകളിൽ ഒരു കോട്ടും പിന്നെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. വെക്കാൻ പറ്റിയ ഒരു വാമറും കൂടി ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും സെറ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്ഥലവും മസ്റ്റ് വിസിറ്റ് ആണ്. നിങ്ങൾ വന്ന് ഒരു എന്താ പറയുക ഹാഫ് എ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, വന്ന് തിരിച്ചു പോകുന്ന രീതിയിൽ കേട്ടോ ശ്രീനഗറിൽ നിന്ന് അങ്ങനെ പറ്റിയ ഒരു കിടിലൻ സ്ഥലം കൂടിയാണിത്. അപ്പൊ എല്ലാം സെറ്റാണ് കേസ്. ഇനി നമുക്ക് നമ്മുടെ ഇക്ബാൽ ഭായിനെ ഒന്ന് പരിചയപ്പെടാം. നീ ഒന്ന് ക്യാമറ പിടിച്ചേ. बात कर सकता है? हाँ, इकबाल भाई भी एक इंस्टाग्रामर है. इंस्टाग्रामर में कितना फॉलोवर है आपका? 500 है. 500 है. इसके बाद उसका एक यूट्यूब चैनल भी था, उसमें 10,000 फॉलोवर्स था. वो किसका व्लॉगिंग आप करता था? वो मैं व्लॉगिंग, ट्रक व्लॉगिंग करता था. ട്രക്കിന്റെ വ്ളോഗർ ആയിരുന്നു കേട്ടോ പുള്ളി. उसके बाद क्या हो गया? उसके बाद मेरा एक्सीडेंट हो गया, हाँ, तो मैंने ट्रक चलाना छोड़ दिया. फिर कैसा था ट्रक व्लॉगिंग? बहुत बढ़िया था. बहुत बढ़िया था. बहुत बढ़िया. कहाँ से कहाँ जाता था ट्रक में? ट्रक कश्मीर, दिल्ली जाता था, यूपी में, बिहार में, राजस्थान. आपके पास अभी भी ट्रक होते तो हम भी आ सकता था आपके साथ व्लॉगिंग व्लॉगिंग करने के लिए. ओके. और भाई को फॉलो करना, भाई बहुत ही अच्छा है. अच्छा, थैंक यू. इकबाल भाई अടിപൊളി കേട്ടോ. अभी ये हम का वीडियो डालता है. हाँ, ये हम का वीडियो डालता है. अगर कुछ डाउट है तो इंस्टाग्राम में उसको मैसेज भी कर सकता है. करेक्ट है ना? लेडीज को डिस्काउंट मिलेगा? नहीं ऐसे नहीं. നമ്മളുടെ ദൂത് പത്രിയിൽ നിന്നുള്ള യാത്ര തിരിക്കുകയാണ് ശ്രീനഗറിലേക്ക്. ഇനി പോകുന്ന വഴി നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൂൺലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൾനട്ട് ഫഡ്ജ് വിൽക്കുന്ന ഒരു കടയുണ്ട്, അവിടെ കയറണം. क्या है खाने के लिए? मक्की की रोटी, सरसों का साग और अचार. और वो नमकीन वाला चाय? नमकीन टी. हाँ, नमकीन टी भी एक. कहवा भी है मेरे पास. हाँ, केसर कहवा. कहवा है ना? नमकीन टी आप पी नहीं पाओगे, वो सॉल्ट वाले होते हैं. पता है पी पाओगे? टेस्ट करने के लिए मैं तो वो ऐसे ही आपको दूंगा, मगर नहीं पी पाओगे. तो 2 कहवा कर दीजिए. हाँ. 2 कहवा और 1 नमकीन टी टेस्ट करने के लिए और मक्की का रोटी. बैठे आप. മനസ്സിലായി നിനക്ക് വല്ലതും? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ഉപ്പിട്ട ചായ? ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് അത്. ഉപ്പിട്ട ചായ എനിക്ക് വേണ്ടട്ടാ. ഇത് മക്കിക്ക് റൊട്ടി ഇവിടെ വന്ന് എന്തായാലും കഴിക്കേണ്ട ഒരു ഐറ്റം ആണ്. ഇത് സർസിക്ക് സാലാണ്. പുള്ളി അത് വീട്ടിലുണ്ടാക്കുന്ന സംഭവം. और अचार भी है ना? हाँ, सब कुछ. अचार ये है, चटनी ये है. अचार ഇവിടെ ഉണ്ട് ഓൾറെഡി. ഓക്കെ, സൂപ്പർ. इसका बोलता है क्रिसमस रोस अचार. और वो नमकीन वाला टी हमसे पी नहीं पाएगा. नहीं पी पाओगे आप, मैं दिखाऊंगा आपको नमकीन टी. ओके, नमकीन टी നമുക്ക് കഴിക്കാൻ പറ്റില്ല. ये है नमकीन टी. ये है नमकीन टी. ओके. बहुत साल्टी होता है. हाँ, सॉल्ट नॉर्मल होता है. नॉर्मल होता है. വേണോ നമकीन टी? വേണോ? എനിക്കൊരു സിപ്പ് എന്താ മതി കുടിക്കാൻ. कहाँ से हो सर? केरला. हाँ, केरला. भैया ये नमकीन टी कौन पीते हैं एक्चुअली? ये तो कश्मीरी लोग ज्यादा पीते हैं. तो वो ओके है वो नमकीन? हाँ, ओके. यहाँ कश्मीर का पैरास्टामॉल है ये. कश्मीर का पैरास्टामॉल. अगर बुखार होगा, सर दर्द, उसी को ये लगती है. हाँ, उसी लिए पीते हैं. टूरिस्ट पीते हैं या टूरिस्ट पीते हैं कोई बस नॉर्मल. आपका नाम क्या है? मेरा नाम मंजूर अहमद है. മക്കി की रोटी सरसों का साल ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത്. കഴിക്കാൻ വേണ്ടി മേരിമാർക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇവിടെ വന്ന് എന്തായാലും കഴിച്ചു നോക്കണം കേട്ടോ. ഒപ്പം നംകീൻ ചായ പോരൂട്ടെ. നല്ല ചൂടാണേ. ഭയങ്കര വെറുതെ ഒന്നുമില്ലാതെ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ഓയിലുണ്ട്. അടിപൊളി. ഗൈസ്, അപ്പൊ മക്കി की रोटी सरसों का साल അച്ചാർ ഇത്രയും സംഭവങ്ങൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോണേ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് ഇവിടുത്തെ. ഇതാണ് സംഭവം.
അടിപൊളി guys. ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ്. പക്ഷെ ആ റൊട്ടിക്ക് എനിക്കൊരു കോണ്ട ഒക്കെ ടേസ്റ്റ് വന്നു. അതൊരു വെറൈറ്റി അച്ചാർ കേട്ടോ, വെറൈറ്റി ടേസ്റ്റ്. സർസോ മസാല കൂട്ടി തന്നെ ഇത് കഴിക്കണം. കാബേജ് ചട്നി എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ പച്ചയും രസമുണ്ട്, അതിന് വേറൊരു ടേസ്റ്റ് അല്ലേ. ഇവരെല്ലാരും എന്നെ നോക്കണ്ട്, ഞാനെന്തോ ഭയങ്കര ഫുഡ് ബ്ലോഗറാണ്, മൃണാളാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അല്ല ഗൈസ്, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ദൂത് പത്രിക്ക് പോകുന്ന ആ ഒരു വഴിയിൽ മാത്രമേ ഈ ഒരു സംഭവം കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിന്. കാശ്മീരിൽ വേറെ എവിടെയും ഓതന്റിക് സംഭവം കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നിങ്ങൾ വരുമ്പോൾ ഇത് ട്രൈ ചെയ്തൊക്കെ. ഇവിടെ ഒരുപാട് കടകളുണ്ട് ഇങ്ങനത്തെ ചെറുത്. നമ്മൾ കഴിക്കുന്നത് ബുർഹാൻ ടീ സ്റ്റാളിൽ നിന്നാണ്. കിടിലം ബയ്യാണ്, സൂപ്പർ സാധനമാണ്, സൂപ്പർ. ഇത് നമ്മൾ കശ്മീരി കാവ്യ കുടിക്കാൻ പോണേ, അതും ഇവിടെ കിട്ടും കേട്ടോ. ഇതില് റോസ് പെറ്റൽസ് പിന്നെ മറ്റേ ബദാമിന്റെ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഈ സാധനം ഉണ്ടാക്കണേ കേട്ടോ. കാവ അടിപൊളിയാ, ശരിയാ. ഗ്രീൻ ടീ ഒക്കെ പോലെ തോന്നുന്നു. അല്ല ഇത് നല്ല മധുരാടാ. ആ മധുരമാണ്, ഒരു ബദാമിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക. പിന്നെ ഒരു സാഫ്രൺ റോസ്. ഗൈസ് നമ്മുടെ നംകീൻ ടീ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം പിങ്ക് കളറിലാ വരാ. ഇത് ഭയങ്കര പാലട പായസം പോലെ. പാലട പായസത്തിന്റെ നിറം മാത്രമേ ഉള്ളൂ. ഉപ്പ പുള്ളി എന്നോട് പറഞ്ഞേ ഈ ഒരു ഗ്ലാസ് ഫുള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഫ്രീ തരാന്ന് പുള്ളി. ചലഞ്ചാ. പാലട പ്രഥമന്റെ മണം ഉണ്ടാ ഒന്ന് കുടിക്കുന്നേ എങ്ങനെയുണ്ടെന്ന്. എന്റെ പൊന്നേ ഉടക്കത്തപ്പ് കുഴപ്പമില്ല. പക്ഷെ ഉപ്പ പറ്റില്ല. ഉപ്പ ഉപ്പാണ്, ഭയങ്കര ഉപ്പ്. कैसी है नमकीन टी? बहुत ही साल्टी है. मैंने पहले ही बोला आपको, आप नहीं पी पाओगे. डिफिकल्ट है पीने आदत पड़ना चाहिए शायद. पहले बार पिएगा तो बहुत ഡിഫിക്കൽട്ട്. ഭയങ്കര ഡിഫിക്കൽട്ട്. വെറുതെ അല്ല പുള്ളി ചലഞ്ച് ചെയ്ത് എൻ്റെ അടുത്ത് ഇത് കുടിച്ച ഒരു ഗ്ലാസ് ഫ്രീ തരാന്ന്. ഇത് തന്നെ അങ്ങനെ കുടിക്കുന്ന അറിയില്ല. നമ്മുടെ ഡ്രൈവറായിട്ടൊക്കെ സുഖമായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. ഭയ്യ ये सभी दिन पीता है आप? हम 2 टाइम पीते हैं. सभी दिन? कंटिन्यू. हाँ. श्रीनगर में भी है? हर किसी जगह. ओ ओके. 2 टाइम. इसमें क्या क्या होता है? चाय पत्ती होता है? എടാ ഇതിന്റെ അകത്തെ വേറെ ടൈപ്പ് തന്നെ ചായയിൽ ഇവർ ഉപയോഗിക്കുന്നത്. അത് കാരണമാണ് ഈ പിങ്ക് നിറം വരുന്നത്. ഒപ്പം ഉപ്പും വെള്ളവും മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത്. ഇത് കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഗൈസ്. പക്ഷെ ഇവരെല്ലാ ദിവസവും കുടിക്കുന്നു 2 പ്രാവശ്യം. നമ്മൾ ചായ കുടിക്കണ പോലെ. അത് ഇവരുടെ എന്താ പറയാ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി. ചിലപ്പോൾ ഈ തണുപ്പത്തൊക്കെ പെട്ടെന്ന് കോൾഡ് ഒക്കെ വരുമായിരിക്കും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും ഇവരിത് കുടിക്കുന്നത്. ഇവിടെ കാവയും മറ്റേ സ്നാക്സ് ഒക്കെ കഴിച്ചു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തം എത്ര രൂപ? മൊത്തം 200 രൂപ. 200 എന്നാലും കൂടുതൽ. ഇവർക്കൊക്കെ അതൊക്കെയുള്ള വരുമാനം. ഓക്കെ, ഇനിയിപ്പോ നമ്മളും മോസ്റ്റ് എക്സൈറ്റഡ് തിങ് ആണ് ഇവിടെ വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ളത്. ആകെ എനിക്ക് അറിയാവുന്ന കാശ്മീരിൽ വന്നിട്ട് ഈ ഒരു സാധനം ഞാൻ കുറെ കണ്ടായിരുന്നു. മൂൺലൈറ്റിലെ വാൾനട്ട് ഫഡ്ജ്. ഗൈസ് അപ്പൊ നമ്മളിപ്പോ ശ്രീനഗറിലെത്തി. മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് കിട്ടുന്ന ബേക്കറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മേരി മാർഗരറ്റ് ഫുൾ എക്സൈറ്റഡ് ആണ് അല്ലേ? ഇവിടുന്ന് വണ്ടിയൊന്നുമില്ല, വേഗം പോവാം. ബൈ ബൈ. വാൾനട്ട് ഫഡ് ഷോപ്പ്. നമ്മളപ്പോ അവിടേക്ക് പോവാണ്. നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാട്ടോ. കഴിച്ചു വെക്കാൻ ഇവിടെ സെപ്പറേറ്റ് ചാർജാ, ഫ്രീ ടേസ്റ്റിംഗ് ഇല്ല. 4 ബോക്സ് के लिए कितना होगा तब? 4 ബോക്സ് 1600. हाँ 4 ബോക്സ് कर दीजिए. തിരക്കില്ലാത്ത സമയത്ത് വന്നത് നന്നായി. നമ്മൾ ആക്ച്വലി ഇതിന് മുന്നേ വേറൊരു കഫേ പോയിട്ട് കഴിച്ചു. കഫേ അല്ല, ബേക്കറി പോയിട്ട് കഴിച്ചു നോക്കിയായിരുന്നു. എവിടെ? ആ ശ്രീനഗറിൽ തന്നെ, നമ്മുടെ ഹസ്രത് ബാൽ ഷ്രൈനിന്റെ അടുത്ത്. അതെ, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതെ. ഇതിന് പക്ഷെ താഴെ ഇങ്ങനെ പൈ പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഇതിലെന്തൊക്കെയാ അങ്ങനത്തെ അതിന് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കഴിച്ചു. ഈ 1200 രൂപ കിലോക്കുള്ള ഗുണം ഉണ്ടോടാ? ഉണ്ടോ? മലയാളികളൊക്കെ ഒന്ന് വാങ്ങിക്കാനുള്ളതാണ്. കൊള്ളാം. അതായത് ഭയങ്കര മധുരപ്പല്ല. നമ്മൾ അവിടെ കഴിച്ചാണോ ഇവിടെ കഴിച്ചാണോ ബെറ്റർ? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ അത് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ അതാ എനിക്ക് ഇഷ്ടപ്പെട്ടെ. അടിപൊളിയാടാ. രണ്ടും നല്ലതാ, പക്ഷെ ഇതാ കുറച്ചുകൂടി ബെറ്റർ ഇടാം. അപ്പൊ നിങ്ങൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വാൾനട്ട് ഫഡ്ജ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രീ ടേസ്റ്റിംഗ് ഇല്ല, 80 രൂപ കൊടുക്കണം. പിന്നെ 1200 രൂപ കിലോയ്ക്ക്. പിന്നെ ഏറ്റവും ചെറിയ ബോക്സ് 315ന്റെ. നമ്മൾ പെഹൽഗാം പോണ വഴിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റോറാണിത്. കാശ്മീർ ഓൺലൈൻ സ്റ്റോർ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിലൊരു ഷോപ്പാണ് ഇത്. ഇവിടെ വന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്യേണ്ടി. ഇവ മേരി. ഹലോ, कैसे हो? मैं ठीक हूँ. आपका नाम? माय नेम इज उमर. उमर. आपका केरला से बहुत सारा कस्टमर्स है? हाँ जी. हाँ, सारे ड्राई फ्रूट्स लेते हैं, आलमंड्स लेते हैं, वॉलनट्स लेते हैं, अच्छे रेट सैफरॉन लेते हैं. अच्छे रेट में मिलेगा.
जी अच्छे रेट में मिलेगा। आप हमसे कांटेक्ट कीजिए, आपको अच्छे रेट में मिल जाएगा। डेफिनेटली आपका कॉन्टैक्ट डिटेल्स मैं नीचे दे देगा। ओके सर, ओके सर। मेरी Online services also here. Yes, absolutely. All over world. To Kerala, all over world. Yes, we do international deliveries as well. ആ ഓക്കെ ഓക്കെ ഓക്കെ. മേരി മാർക്കറ്റ് ഇവിടെ ഇരുന്ന് എല്ലാം ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരുപാട് സാധനങ്ങളുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും മേരി മാർക്കറ്റ് വയറ് നിറയ്ക്കാണ് അല്ലേ? സെറ്റ് അല്ലടാ? ഗൈസ് ഇവിടെ വൻ സ്വീകരണമാണ്. നമ്മളേതോ കേരളത്തിലെ വലിയ ട്രെൻഡിങ് യൂട്യൂബേഴ്സ് നമ്മൾ വിചാരിച്ചിട്ടായിരിക്കണം. only one glass enough for two both of us. No. Half glass. ഓക്കെ. കശ്മീരി ഖാവ ഓക്കെ. കശ്മീരി റൊട്ടി ഓക്കെ. കശ്മീരി റൊട്ടി, കശ്മീരി കാവ, മേരി മാർക്കറ്റ് തകർക്കാണ്. ഇവിടെ നേരം വെക്കാം നമ്മുടെ. Okay, thank you. You can have. മേരി മാർക്കറ്റ് കാവയും കാശ്മീരി റൊട്ടിയും കഴിക്കുകയാണ്. ദുബായിലത്തെ കാവ നമ്മൾ കുടിച്ചിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഒറ്റ വലിക്ക് മേരി മാർക്കറ്റ് അടിച്ച് കയറ്റുന്നുണ്ട്. Some badam taste. It's good only. It's good only. ഗൈസ്, അപ്പൊ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം. ഭയങ്കര കസ്റ്റമർ സർവീസും സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാവ്യം കശ്മീരി റൊട്ടിയും കിട്ടി. കശ്മീരി ഓൺലൈൻ സ്റ്റോർ www.kashmiri.online store എന്നാണ് ഇതിന്റെ വെബ്സൈറ്റ് ലിങ്ക്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. ഇവിടുന്ന് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലേക്ക് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കാവ കുടിക്കണു. പക്ഷെ ആക്ച്വലി നമ്മളിവിടെ പ്രൊമോഷൻ ചെയ്യുന്ന പോലെ ഉണ്ടായി ചേട്ടാ. ഇതൊരു പ്രൊമോഷൻ അല്ല ഗായ്. അടിപൊളി സാധനമല്ലോ. അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ ദൂത് പത്രി പോയി തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാടെന്ന് വെച്ചാൽ മറ്റേ നംകീൻ ചായ കുടിച്ചു, വാൾനട്ട് വാങ്ങിച്ചു, അങ്ങനെ എല്ലാ സംഭവങ്ങളായിട്ട് ഒരു അടിപൊളി ദിവസമായിരുന്നു. ദിവസം ഇപ്പൊ തീർന്നിട്ടില്ല. ഇനിയിപ്പോ വൈകുന്നേരം നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. വേറെ കുറച്ച് ഷോപ്പിങ്ങുകളൂടെ ചെയ്യാനുണ്ട്. ഇവയ്ക്ക് പശുവാരി ഷാള് വേണമെന്ന് പറയുന്നുണ്ട് അല്ലേ? പശ്മിന സാരി എന്നാ ആ സാധനം വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ നമ്മൾ വൈകുന്നേരം പുറത്തേക്ക് പോകും. പക്ഷെ അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. നമ്മളിപ്പോ തന്നെ ഭയങ്കര ടയേർഡായി. ഇനി കുറച്ചേരം ഇൻസ്റ്റഗ്രാമിൽ ഇടും ഗൈസ്. നമ്മൾ കുറച്ചേരം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ആളുകളായാലും പോയ സ്ഥലങ്ങളായാലും ഈ കാശ്മീർ ആയാലും മച്ച് റെക്കമെൻഡഡ് ആണ് അല്ലേ? അതെ, ഭയങ്കര ഇഷ്ടപ്പെട്ടോ. എനിക്കിനി മഞ്ഞൊക്കെ മാറി പച്ചപ്പായിരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ വന്ന് കാശ്മീർ കാണണമെന്നുണ്ട്. അതെ, കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റ് സ്കാം ആയാലും ബാക്കി സ്കാമുകളായാലും പൈസക്ക് വേണ്ടിയുള്ള ഒച്ചെടുക്കലും ബാക്കി സംഭവങ്ങളൊക്കെ ആയാലും അതൊക്കെ മാറ്റി നിർത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട് ഇങ്ങോട്ട് വീണ്ടും വരാനായിട്ട്. അതെ, ഈ ഒരു നാടിനും ഇവിടുത്തെ ഭക്ഷണത്തിനും ഇവിടുത്തെ ആളുകൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതിക്കും നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വലിച്ച് നമ്മൾ അടുപ്പിക്കും. അത് ആക്ച്വലി അപ്പോൾ പൈസ നിങ്ങൾ അധികം നോക്കരുത്. ഇവിടെ വരുമ്പോൾ പൈസ ചെലവാകും, ബട്ട് സ്റ്റിൽ നിങ്ങൾ എൻജോയ് ചെയ്യും. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പൈസ മുടക്കി സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുന്നതിനേക്കാൾ ഭേദം തണുപ്പുള്ള ടൈമിൽ അല്ലെങ്കിൽ മഞ്ഞുള്ള ടൈമിൽ കാശ്മീർ വരുന്നതായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല രസമായിരിക്കും. അതുപോലെ ഏപ്രിൽ മെയിൽ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ പച്ചപ്പായിരിക്കും. അപ്പൊ ഒരു സ്വിസ് ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി കണ്ട പോലെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കൂടി ഉണ്ട്. അതെ, അപ്പൊ അതിനെ മിനി എന്ന് പറയുന്നില്ല, നമ്മൾ സ്വിറ്റ്സർലാൻഡ് തന്നെയുണ്ട് ഇവിടെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ, ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ കാശ്മീരിനെ പറയാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ കാശ്മീർ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെയോ കാശ്മീരിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വ്ളോഗുകൾ ഷെയർ ചെയ്യാം. അതിന്റെ ഇടയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ഹോട്ടൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഗൈഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ടൂറിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇറ്റ് വിൽ ബി എൻ എൻസൈക്ലോപീഡിയ ഫോർ ദ ടൂറിസ്റ്റ് ഹു ആർ കമ്മിങ് ടു ദ കാശ്മീർ ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ ഓഫ് ദ ഗോൾഡ്. വേണ്ട. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ.